ലവ് യു ടീച്ചർ എന്ന ഡ്രാമയുടെ എപ്പിസോഡ് 7 ആണ് നമ്മൾ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ചാനലിൽ ആദ്യമായിട്ടുള്ളവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് എത്രയും പെട്ടെന്ന് എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ പോപ്മക്ക് ആണെങ്കിൽ അവന്റെ ഗിറ്റാറിൽ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തിരുന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആൻഡ് ഡേയ്സ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. സോളാർ ആവുന്നുണ്ട്, സൺ ആവുന്നുണ്ട്, സോളാർ ആവുന്നുണ്ട്, സൺ ആവുന്നുണ്ട്. ബട്ട് ഇവൻ സ്റ്റിൽ ഇത് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം നമ്മുടെ സോളാർ ആണെങ്കിൽ ഒരു കപ്പിൽ ചായയൊക്കെ ആയിട്ട് നമ്മുടെ പോപ്മക്കിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇത്രത്തോളം ഫോക്കസ് ചെയ്ത് ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന്. ആ ടൈമിൽ നമ്മുടെ പോപ്മക്ക് പറയുന്നു, എനിക്ക് എങ്ങനെ സണിനെ ഒന്ന് കിടത്തി ഉറക്കാനാണ്, അല്ലെ ശരിയാവത്തില്ല. അപ്പൊ നമ്മുടെ സോളാർ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് സണിനെ ഇങ്ങനെ കിടത്തി ഉറക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ പോപ്മക്ക് പറയുന്നു, എനിക്ക് അവനെ കൊണ്ട് മടുത്തു, നീ തന്നെ ഇത് നോക്ക്, എന്റെ ക്രീം ടീഷർട്ടായിരുന്നു, ഇവനത് കളർ ഇളകുന്ന തുണിയുടെ കൂടിയിട്ട് കഴുകിയിട്ട് ഇതിപ്പോ പിങ്ക് കളറായി. എനിക്കറിയാം അവൻ എന്നെ സഹായിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്, ബട്ട് ഈ സഹായം എനിക്ക് ഭയങ്കര ഉപദ്രവമായി മാറിയേക്കോ, എനിക്ക് അവനെ കൊണ്ട് മടുത്തു എന്ന് പറയുന്നു. ആ ടൈമിൽ നമ്മുടെ സോളാർ പറയുന്നു, അപ്പൊ നിനക്ക് എന്താ വേണ്ടത്, സണ്ണ് എന്നെ ഹെൽപ്പ് ചെയ്യാണ്ടിരിക്കണം അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ സോളാർ അവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ പോപ്മക്കാണെങ്കിൽ ഇവരിതെന്ത് തേങ്ങ പറ്റി എന്നറിയാൻ വേണ്ടി ചുമ്മാ കലണ്ടറിലേക്ക് നോക്കുമ്പോൾ, അതായത് ഇന്നത്തെ ദിവസം സണ്ണാണ്. അവർ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്ന സോളാറിനോടല്ല സണ്ണിനോടാണ്. സണ്ണ് നല്ല കൊച്ചായിട്ട് വന്ന് അടുത്തിരുന്നാണ്. ആൻഡ് സണ്ണിനോട് തന്നെയാണ് നമ്മുടെ പോപ്മക്ക് പറഞ്ഞത്, നീ ഒരു ശല്യമാണെന്ന്. പോപ്മക്കിന് പെട്ടെന്നാണ് റിയലൈസേഷൻ വന്നത്. പോപ്മക്ക് ഇറങ്ങി ഓടുവാണ് നമ്മുടെ സണ്ണിനെ തപ്പി. അടുത്ത സീൻ കാണിക്കുന്ന സ്കൂളിലാണ്. നമ്മുടെ പ്രിൻസിപ്പാളും ജിയും പിന്നെ ഒരാൾ അവിടെ വൃത്തിയാക്കുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ ജി പറയുന്നുണ്ട്, നിങ്ങൾ റെസ്റ്റ് എടുത്തോ, ഞാൻ വൃത്തിയാക്കാന്ന്. കാരണം OCD-യുടെ അസുഖം ഉള്ളതുകൊണ്ട് ഇച്ചിരി പൊടിയെങ്കിലും കണ്ടാൽ ജിക്ക് തന്നെ വൃത്തിയാക്കണം. ആൻഡ് പ്രിൻസിപ്പാൾ പറയുന്നുണ്ട്, ഇങ്ങനെ പോയാൽ നിന്നെ വല്ല ഹരിതകർമ്മസേനയിലും എടുക്കൂടാ എന്നൊക്കെ പറഞ്ഞ് അവരോട് ട്രോളിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പോപ്മക്ക് ഓടി വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, സണ്ണിനെ കണ്ടായിരുന്നോ എന്ന്. അപ്പൊ ചോദിക്കുന്നുണ്ട്, സണ്ണ് എന്ത് പറ്റി, അവൻ രാവിലെ എവിടെ നിന്ന് ഇറങ്ങി പോയി, കാണുന്നില്ല. അപ്പത്തേക്കും നമ്മുടെ പ്രിൻസിപ്പാൾ പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യുക, വീടിനടുത്തുള്ള ടാക്സിക്കാരോടങ്ങാനും ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, അവരാണ് പറഞ്ഞ സ്കൂളിന്റെ അടുത്താ കൊണ്ടുവന്ന് നിർത്തിയെന്ന്. അപ്പൊ ജി പറയുന്നുണ്ട്, ഞാൻ ഇവിടെ രാവിലെ മുതലുണ്ടായിരുന്നു, ഇങ്ങോട്ട് എന്തായാലും വന്നിട്ടില്ലെന്ന്. അപ്പത്തേക്ക് ഇവർക്ക് ടെൻഷൻ ആവുന്നുണ്ട്. അപ്പൊ പ്രിൻസിപ്പാൾ പറയും, നമുക്കൊരു കാര്യം ചെയ്യാം, സ്കൂളിനടുത്ത് വീടുള്ള ഏതെങ്കിലും കുട്ടികളെ വിളിച്ചു നോക്കാം, അവരുടെ അടുത്ത് ഉണ്ടാവുമെന്ന്. അങ്ങനെ അവിടെ കട്ട് ചെയ്ത് നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ, ഇവരുടെ ഊഹം ശരി തന്നെയായിരുന്നു. നമ്മുടെ LCIK ക്ലാസ്സിലെ അവരുടെ വീട്ടിലാണ് നമ്മുടെ സോളാർ ഇപ്പോൾ ഉള്ളത്, സോളാറിലെ സൺ ഇപ്പോൾ ഉള്ളത്. ആൻഡ് ഇവരവിടെ നിന്ന് സംസാരിക്കുവാണ്, കാര്യങ്ങളെല്ലാം നമ്മുടെ സണ്ണ് പറയുന്നുണ്ട്. അപ്പത്തേക്കും നമ്മുടെ എൽസ പറയുന്നുണ്ട്, ഞാൻ അപ്പളേ പറഞ്ഞില്ലേ ആണുങ്ങളൊന്നും വിശ്വസിക്കരുത്, യുവമാരൊന്നും ശരിയില്ല എന്ന് പറയുമ്പോൾ എൽസയുടെ സ്വന്തം അപ്പൻ അവിടെ നിന്ന് ചെടിക്ക് വെള്ളം വയ്ക്കുന്നുണ്ട്. അങ്ങനെ അടക്കം ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ആൻഡ് ഇവർ പറയുന്നുണ്ട്, ടീച്ചർ പോപ്മക്കിന് നിങ്ങളെ മടുത്തെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, സണ്ണിന്റെ വീട്ടിൽ കൊണ്ടാക്കാം, സ്വന്തം അമ്മയുടെ അടുത്ത് തന്നെ കൊണ്ടാക്കാം, ഇത് നമുക്കൊരു സീക്രട്ട് മിഷൻ ആയിട്ട് കൊണ്ടു നടക്കാമെന്ന് പറയുന്നു. ആ ടൈമിൽ തന്നെ നമ്മുടെ എൽസയുടെയും മറ്റേ പെൺകുട്ടിയുടെയും ഫോണിലേക്ക് കോളും വരുന്നുണ്ട്. അപ്പോൾ ഒരാളെ വിളിക്കുന്നത് പോപ്മക്ക്, ഒരാളെ വിളിക്കുന്നത് ജിയോ ആണ്. കൊച്ചുങ്ങളുടെ കൈ വരാണ് ഫോണ്, ആലോചിക്കണം. ആൻഡ് ആ ടൈമിൽ ഇവർ കോൾ എടുക്കുന്നില്ല, നമുക്ക് നമ്മുടെ സീക്രട്ട് മിഷൻ കഴിഞ്ഞിട്ട് കോൾ എടുത്താൽ മതി എന്ന് പറയുന്നു. ആ ടൈമിൽ നമ്മുടെ പോപ്മക്കിലൊക്കെ ടെൻഷൻ ആവുന്നുണ്ട്. ആൻഡ് പോപ്മക്ക് ചോദിക്കുന്നുണ്ട്, നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്താലോ, അതല്ലാണ്ട് വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല. അപ്പൊ ജി ചോദിക്കുന്നുണ്ട്, മണ്ടത്തരം പറയരുത്, 24 മണിക്കൂർ ആവുന്നതിന് മുന്നേ പ്രായപൂർത്തിയായ ഒരാൾ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ കംപ്ലൈന്റ് കൊടുക്കും. അപ്പൊ നമ്മുടെ പോപ്മക്ക് പറഞ്ഞു, നമുക്കത് 7 വയസ്സാന്ന് പറയാം. പറയുന്നത് എന്റെ ബോഡി കണ്ട് അറിഞ്ഞൂടെ അവന് 7 വയസ്സല്ല, നീ മണ്ടത്തരം പറയാതെ പോ എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ പ്രിൻസിപ്പാൾ പറയുന്നു, എവിടെയും കംപ്ലൈന്റ് കൊടുക്കേണ്ട, സംഭവം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ കാണിക്കുവാണ്. അപ്പം നമ്മുടെ എൽസ ആണെങ്കിൽ അവൾ ലൈവ് പോവാണ്. അതായത് ഞങ്ങൾ ഇന്നൊരു സീക്രട്ട് മിഷനിലാണ്, ഞങ്ങൾ ഞങ്ങളുടെ സണ്ണിനെ അവൻ്റെ വീട്ടിൽ കൊണ്ട് വിടാൻ പോവാണെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ആ ടൈമിൽ വണ്ടി ഒരു പെണ്ണ് പറയുന്നുണ്ട്, എടി ഇത് നമ്മുടെ സീക്രട്ട് മിഷൻ അല്ലേ, അതുകൊണ്ട് ഓഫ് ആക്കി വെക്കെന്ന് പറയുമ്പോൾ നമ്മുടെ എൽസ തന്നെ പറയുന്നുണ്ട്, ഇത് സീക്രട്ട് മിഷൻ ആണ്, സോ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എന്നും പറഞ്ഞിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്, ആരും സബ്സ്ക്രൈബ് ചെയ്ത് മറക്കണ്ട, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ. ഓക്കെ. ആൻഡ് ഇവർക്കാണെങ്കിൽ കാര്യം പിടികിട്ടി, നമ്മുടെ ടീച്ചേഴ്സിന് എത്രയും പെട്ടെന്ന് നമുക്ക് നേരെ പോകണം. അപ്പം ഇവന്റെ അമ്മേനെ അറിയാലോ, നമ്മുടെ പോപ്മക്കിന് അറിയാലോ, പക്ഷെ പോപ്മക്കിന്റെ വീട് എവിടെയെന്ന് അറിയത്തില്ല. ആ ടൈമിൽ ജി ചോദിക്കുന്നുണ്ട്, നാണം ഉണ്ടോ, നീ ഒരു മരുമോൻ തന്നെയാണോ, സ്വന്തം അമ്മായിയമ്മയുടെ വീട് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അവരവിടെ അടി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞിട്ടുണ്ട്, എന്റെ പൊന്നെ അടി കൂടാനുള്ള സമയമല്ല, ഞാൻ പോയിട്ട് സോളാറിന്റെ ഏതെങ്കിലും ഒക്കെ ഒരു റെക്കോർഡ് എടുത്ത് നോക്കി അവന്റെ വീട് കണ്ടുപിടിച്ചോളാം എന്നും പറഞ്ഞിട്ട് ഇവർ പോകുന്നുണ്ട്. ദെൻ അവിടെ സീൻ കട്ട് ചെയ്ത് നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം നമ്മുടെ സോളാറിന്റെ വീടിന് മുമ്പിൽ എത്തി നിൽക്കുവാണേ. ഗേറ്റിന്റെ പുറത്തെത്തിയിട്ട് ഇവർ അകത്തേക്ക് നോക്കുന്നുണ്ട്. നമ്മുടെ സോളാറിന്റെ അമ്മയുടെ പേര് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാവേ, സംഭവം കോമഡിയാണ്. പ്രാണി എന്നാണ് പുള്ളിക്കാരത്തിന്റെ പേര്. തായ്ക്കാരല്ലേ, ഇത് വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ആൻഡ് പുള്ളിക്കാരത്തി ആണെങ്കിൽ വീടിനകത്ത് നിന്ന് എന്തോ സൂംബ പോലത്തെ എന്തോ ഡാൻസ് കളിച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പാട്ട് ഭയങ്കര ഒച്ച വെച്ചേക്കുന്നതായതുകൊണ്ട് ഇവർ വിളിക്കുന്നൊന്നും കേൾക്കുന്നില്ല. ആൻഡ് നമ്മുടെ പോപ്മക്കാണെങ്കിലും മതിലൊക്കെ ചാടിക്കിടന്ന് അങ്ങ് അകത്തേക്ക് കയറുവാണ്. അകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് ആന്റീനെ അടുത്ത് പോയി വിളിക്കുക. ഈ പെണ്ണുങ്ങളാണ് ഇവരെ പെട്ടെന്ന് കാണുമ്പോൾ ഞെട്ടി പോകുന്നുണ്ട്. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, സണ്ണാണ് രാവിലെ വീട്ടിൽ നിന്ന് നിങ്ങളെ കാണാനെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടിറങ്ങി ഓടിയിട്ടുണ്ട്. അപ്പൊ ഈ പെണ്ണുങ്ങൾക്ക് ആകെ ടെൻഷൻ ആവുകയാണ്, എന്നെ കാണാനോ എന്നൊരു രീതിയിൽ.
അപ്പോൾ സാധാരണ സന്തോഷിക്കുമല്ലോ വേണ്ടത്, പക്ഷേ ഈ പുള്ളിക്കാരത്തിന് ടെൻഷൻ ആവുക ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് പോപ്പമ്മക്ക് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് കുഴപ്പം എന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് നമ്മുടെ സണ്ണിനെ അവർ കൊണ്ടുപോയിട്ട് വീടിന് മുമ്പിൽ ഇറക്കുന്നുണ്ട്. ആൻഡ് സണ്ണ് നേരെ നോക്കുമ്പോൾ കാണുന്ന പോപ്പമ്മക്കിനെ അത് കണ്ടപ്പോഴേ സണ്ണ് ഇറങ്ങി ഓടുവാണ്. അപ്പോൾ പോപ്പമ്മക്കാണെങ്കിൽ പുറകെ പോകുന്നുണ്ട്. ആൻഡ് പോപ്പമ്മക്ക് ഓടിപ്പോയിട്ട് സണ്ണിനെ മുറുക്കെ കയറി പിടിച്ച് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ സണ്ണ് പറയുന്നുണ്ട് അങ്കിളിനല്ലേ എന്നെ മടുത്തെന്ന് പറഞ്ഞേ, പിന്നെ എന്തിനാ എന്നെ തപ്പ എന്റെ പുറകെ വന്നേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പോപ്പമ്മക്ക് പറയുന്നുണ്ട് എന്റെ പൊന്നു മോനെ രാവിലെ ആ ഒരു ഫ്രസ്ട്രേഷനിൽ പറഞ്ഞു പോയതാ, അല്ലാണ്ട് അങ്കിളിന് നിന്നെ എങ്ങനെയാ മടുക്കുന്നത്, ഇനി അങ്കിളിന്റെ ചക്കരയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആൻഡ് സണ്ണ് ചോദിക്കുന്നുണ്ട് ഇനി അങ്കിൾ ഇങ്ങോട്ട് വഴക്കൂടോ? ഇല്ല. എന്നെ ബെഡിൽ ചാടാൻ സമ്മതിക്കോ? ആ സമ്മതിക്കാലോ. എന്നെ കളിപ്പാട്ടം എല്ലായിടത്തും എന്നെ പുറത്തേക്ക് കളിക്കാൻ സമ്മതിക്കാവോ? ആ ഒരു ഫ്ലോയിൽ ചോദിച്ചെല്ലാം സമ്മതിക്കുമെന്ന് വിചാരിച്ച് അപ്പോൾ പോപ്പമ്മക്ക് പറഞ്ഞു ഇല്ല അത് സമ്മതിക്കില്ല. എന്നാൽ അത് സമ്മതിച്ചില്ല വേണ്ട ബാക്കിയെല്ലാം സമ്മതിക്കും. സമ്മതിക്കാം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ പോപ്പമ്മക്ക് പറയുന്നുണ്ട് നീ നിന്റെ അമ്മേനെ കാണാനുള്ള കൊതി കൊണ്ട് വന്നാലേ അപ്പൊ നമുക്ക് അമ്മേനെ പോയി കാണാം എന്ന് പറഞ്ഞിട്ട് കയ്യിലേക്ക് പിടിച്ച് വലിക്കുന്നുണ്ട്. അവിടെയാണ് ആദ്യത്തെ ട്വിസ്റ്റ് വരാൻ പോകുന്നത്. അതായത് നമ്മുടെ സണ്ണ് പറയുവാണ് അത് നമ്മളെന്തിനും അങ്ങോട്ട് പോകുന്നത്, ഇതല്ലേ എന്റെ വീടെന്നും പറഞ്ഞുകൊണ്ട് ഒരു പൂട്ടിയ വീട് കാണിച്ചു കൊടുക്കുവാണ്. ആൻഡ് ഇത് കണ്ട് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ഇവരുടെ അടുത്തേക്ക് നമ്മുടെ പ്രിൻസിപ്പാളും ജിയും ഓൾസോ നമ്മുടെ പ്രാണി, അതായത് ഈ സണ്ണിന്റെ സോളാറിന്റെ അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ആള് വരുവാണ്. ആൻഡ് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സണ്ണ് പെട്ടെന്ന് കയറി വിളിക്കുന്നത് ടീച്ചറിനെ കണ്ടിട്ട് കുറെ നാളായാലോ, ടീച്ചറിന് സുഖമാണോ, അമ്മേനെ ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് പറയുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ പുള്ളിക്കാരത്തി നമ്മുടെ സണ്ണിന്റെ സോളാറിന്റെ അമ്മയല്ല, അമ്മയാണെന്ന് പറഞ്ഞ് നടക്കുന്നതായിരുന്നു. എന്നോട് പോപ്പമ്മക്ക് ചോദിക്കുന്നുണ്ട് എന്താ കാര്യം ആന്റി, എന്നോട് ആന്റി കാര്യം പറ എന്ന് പറയുന്നുണ്ട്. അവിടെ സീൻ കട്ട് ചെയ്യുവാണ്. അടുത്ത സീനിൽ സണ്ണ് കിടന്ന് ഉറങ്ങിപ്പോയെ ആൻഡ് ഈ പുള്ളിക്കാരത്തി പ്രാണി എന്ന് പറഞ്ഞിട്ടുള്ള ഈ പുള്ളിക്കാരത്തി പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. നമ്മുടെ പോപ്പമ്മക്കിനാണെങ്കിൽ അത്യാവശ്യം നല്ല ദേഷ്യമുണ്ട്. ആൻഡ് പോപ്പമ്മക്ക് ചോദിക്കുന്നുണ്ട് ആന്റിക്ക് അറിയുന്നതാണല്ലോ സോളാറിനെ തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ എത്രത്തോളം കഷ്ടപ്പെടുന്നു, എന്നിട്ടും ആന്റി ഇത്രയും വലിയ സത്യം എന്തുകൊണ്ടാണ് ഞങ്ങളോട് പറയാണ്ടിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈ പുള്ളിക്കാരത്തി പറയുന്നുണ്ട് എനിക്ക് എന്റേതായ കുറച്ച് റീസൺസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയാത്തതെന്ന്. ആൻഡ് ആ ടൈമിൽ നമ്മുടെ ജി ചോദിക്കുന്നുണ്ട് ശരിക്കും ആരാണ് ഈ സൺ എന്ന് ചോദിക്കുമ്പോൾ ഈ പുള്ളിക്കാരത്തി നമ്മുടെ പോപ്പമ്മക്കിന്റെ കയ്യിലേക്ക് ഒരു ബുക്ക് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇവർ നേരെ മറ്റേ നമ്മുടെ ഒറിജിനൽ സണ്ണിന്റെ വീടിന്റെ മുമ്പിൽ വന്ന് നിൽക്കുവാണ്. ആൻഡ് ആ ടൈമിൽ നമ്മളെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അതായത് ഈ പുള്ളിക്കാരത്തി എന്ന് പറയുന്നത് ഒരു എലിമെന്ററി സ്കൂളിലെ ടീച്ചറായിരുന്നു. ആൻഡ് സൺ എന്ന് പറയുന്നത് ഈ പുള്ളിക്കാരത്തിയുടെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. ഈ സൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുരുത്തം കെട്ടൊരു കുട്ടിയായിരുന്നു. ആരും പറഞ്ഞ അനുസരിക്കില്ല, കൂട്ടുകാരോടെല്ലാം അടി ഉണ്ടാക്കും. അങ്ങനെ ഒരു ദിവസം ഇവനാണെങ്കിൽ സ്കൂളിന്റെ ബാക്കിൽ ഈ ചവറൊക്കെ വെക്കുന്നിടത്തുനിന്ന് പ്ലാസ്റ്റിക് ബോട്ടിൽസ് എടുത്ത് ഭിത്തിക്ക് ഇങ്ങനെ എറിഞ്ഞു കളിക്കുവാണ്. ആ ടൈമിൽ ഈ പുള്ളിക്കാരത്തി ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് പോയിട്ട് കുറച്ച് കളർ ബോൾസ് ഒക്കെ എടുത്തിട്ട്, അതായത് വാട്ടർ ബലൂൺസ് എടുത്തിട്ട് നേരെ ഭിത്തിയിലേക്ക് എറിയുവാണ്. എന്നിട്ട് പറഞ്ഞു ഈ കുപ്പി എറിഞ്ഞാൽ ഒരു തെളിവ് പോലും ഉണ്ടാവില്ല, പക്ഷേ വാട്ടർ ബലൂൺ എറിയുവാണെങ്കിൽ അത് നല്ലൊരു ആർട്ടായിട്ട് അവിടെ നിൽക്കും. സോ നമുക്കത് കണ്ട് ആസ്വദിക്കാമല്ലോ, അതുകൊണ്ട് ഇനി എപ്പോഴെങ്കിലും ഇങ്ങനെ എറിയണം തോന്നുവാണെങ്കിൽ ടീച്ചറിനോട് പറഞ്ഞാൽ മതി, ടീച്ചറും കൂടെ കൂടാന്ന് പറയുന്നുണ്ട്. അന്ന് മുതൽ ഈ സണ്ണാണെങ്കിൽ ഈ പുള്ളിക്കാരത്തിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, അതായത് അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരില്ലാത്ത അവനൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ളത് ഈ ഒരു പുള്ളിക്കാരത്തിയാണ്. ആൻഡ് ഇവരാണെങ്കിൽ നെയ്ബേഴ്സും കൂടെയാണ്, അടുത്തടുത്താണ് താമസിക്കുന്നത്. ആൻഡ് അന്നത്തെ ദിവസം ഈ പുള്ളിക്കാരത്തിയാണ് സണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ആൻഡ് ഈ പുള്ളിക്കാരത്തി സണ്ണിനാണെങ്കിൽ ഒരു ബുക്കും ക്രയോൺസും കൊടുക്കുന്നുണ്ട്. ആൻഡ് പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു കാര്യം നിന്നെ ബോധർ ചെയ്യുകയാണെങ്കിൽ നീ ഇതിൽ വരച്ചു വെച്ചാൽ മതി എന്നും പറയുന്നുണ്ട്. ദെൻ അവിടെ കട്ട് ചെയ്ത് നേരെ പ്രസന്റിലേക്ക് വരുവാണ്. പ്രസന്റിലേക്ക് വരുമ്പം ഇവർ നിൽക്കുന്നത് നമ്മുടെ സണ്ണിന്റെ വീടിന് മുമ്പിലാണ്. ആൻഡ് ഈ പുള്ളിക്കാരത്തി പറയുന്നുണ്ട് ഈ വീട്ടിലാണ് സണ്ണും അവന്റെ പേരൻസും ജീവിച്ചിരുന്നതെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇപ്പൊ ഈ വീട് എന്റെയാണ്, കാരണം ഞാനിത് പൈസ കൊടുത്ത് മേടിച്ചു എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ പോപ്പമ്മക്ക് ആണെങ്കിൽ അവന്റെ കൈ കൊടുത്തിരുന്ന ആ ഒരു ബുക്ക് തുറന്നു നോക്കുന്നുണ്ട്, നമ്മുടെ സണ്ണിന്റെ ബുക്ക്. അതിൽ എന്തൊക്കെയോ കുത്തി വരച്ചേക്കുവാണ്. അപ്പോൾ നമ്മുടെ പോപ്പമ്മക്ക് ഈ പുള്ളിക്കാരത്തിനോട് ചോദിക്കുന്നുണ്ട് അതായത് ഇതെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ, ഇനി സോളാറിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റുമോ സണ്ണിന് എന്തെങ്കിലും പ്രശ്നമുള്ള കാര്യമായിട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി പറഞ്ഞു ഞാൻ സോളാറിനോട് ഞാൻ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. ആ ടൈമിൽ നമ്മുടെ പ്രിൻസിപ്പാൾ ചോദിക്കുന്നുണ്ട് അപ്പം സോളാർ ചെറുതിൽ അവന്റെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ പെണ്ണുങ്ങൾ പറയുന്നുണ്ട് എല്ലാത്തിനും ഉള്ള ഉത്തരവും ഈ വീട്ടിനകത്തുണ്ട് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഓൾറെഡി ഇവരോട് പറയുന്നുണ്ട് നിങ്ങൾ ഇതിപ്പോൾ എന്തായാലും സണ്ണിനോട് പറയരുത്, അല്ലെങ്കിൽ സോളാറിനോട് പറയരുത്, കാരണം അവൻ എപ്പോൾ റെഡി ആവുന്നു അന്നേരം ഞാൻ തന്നെ അവനോട് പറഞ്ഞോളാം എന്ന് പറയുന്നു. ആ ടൈമിലാണ് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സോളാറാണ് ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അതായത് സണ്ണ് കിടന്ന് ഉറങ്ങിയായിരുന്നല്ലോ, ഇനി അവൻ എഴുന്നേക്കുമ്പോൾ അവൻ സോളാറായിട്ടാണ് വരില്ലേ. അപ്പൊ സോളാർ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. സോളാർ വന്ന് ചോദിക്കുന്നുണ്ട് അമ്മ എന്താണ് ഉദ്ദേശിച്ചത്, ഞാൻ എന്താ അറിയണ്ടെന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് അമ്മ എനിക്ക് എന്റെ ചൈൽഡ്ഹുഡിന്റെ കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാൻ പറ്റാത്തത്, എന്റെ പ്രശ്നം എന്താ, അമ്മ എന്നോട് ഇന്ന് സത്യം എല്ലാം പറയണം, അമ്മ എന്താ എന്നോട് ഇത്ര നാൾ മറച്ചു വെച്ച് എന്ന് ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ ഈ പുള്ളിക്കാരത്തി പറയുന്നുണ്ട് എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് മറച്ചു വെച്ചതല്ല, എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞാനത് ഹൈഡ് ചെയ്ത് വെച്ചതെന്ന്. അപ്പൊ നമ്മളെ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുവാണ്. അതായത് ഈ ഒരു ഡോക്ടറിന്റെ അടുത്ത് പുള്ളിക്കാരത്തി ഇരിക്കുവാണ്. അപ്പം ഡോക്ടർ പറയുവാണ് കുട്ടിക്ക് ഓർമ്മയില്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട, കാരണം അവന്റെ മൈൻഡ് ഭയങ്കര സെൻസിറ്റീവ് ആണ്, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ചിലപ്പോൾ കേൾക്കുവാണെങ്കിൽ അത് അവന്റെ മരണത്തിലേക്ക് വരെ അവനെ നയിക്കാം. സോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അവൻ ഇപ്പോൾ ഒന്നും അറിയണ്ട, അവൻ ഈ ഒരു ഫ്ലോയിൽ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ജീവിച്ചു പൊക്കോട്ടെ. അവിടെ കൊണ്ട് ഫ്ലാഷ് ബാക്ക് എൻഡ് ചെയ്യുവാണ്.
ദെൻ വീണ്ടും പ്രസന്റിലേക്ക് വരുവാണ്. ഈ പുള്ളിക്കാരത്തി പറയുന്നുണ്ട്, മോനെ സോറി, നിന്നോട് ഇതൊക്കെ പറയാത്തതിൽ സോറി, നീ റെഡി ആയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല, നീ എപ്പോൾ റെഡിയാവോ അപ്പം അമ്മ നിന്നോടെല്ലാം പറയാം, ഇപ്പം നീ എന്തായാലും എന്നെ നിർബന്ധിക്കരുതെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ സോളാർ പോയിട്ട് അവൻ്റെ ആ വീട് തിരിച്ച് പൂട്ടി വെക്കുവാണ്. പുള്ളിക്കാരത്തി തുറന്നിട്ടുണ്ടായിരുന്നേ, അത് തിരിച്ച് പൂട്ടിയിട്ട് പറയുകയാണ്, അമ്മ എപ്പോൾ എന്നോട് പറയാൻ റെഡി ആവുന്നോ അപ്പം മാത്രം എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ വെയിറ്റ് ചെയ്തോളാന്ന്. അവിടുന്ന് എന്നിട്ട് സീൻ കട്ട് ചെയ്യുവാണ്. സീൻ എന്ന് പറയുന്നത് ഇവർ വീട്ടിലേക്ക് എത്തി. ഇവരാണെങ്കിൽ ലഞ്ചോ എന്താ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുവാണ്. ആൻഡ് ഇവരെല്ലാവരും കൂടി ഉണ്ടാക്കുന്നത്. ഈ പുള്ളിക്കാരത്തി ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ ഓടി നടന്ന് ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ സോളാറിന്റെ മൈൻഡിലാണെങ്കിൽ എന്തൊക്കെയോ അവനെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സോളാർ പുറത്ത് പോയി അവന്റെ ഒറിജിനൽ വീടിന്റെ അങ്ങോട്ട് നോക്കി നിൽക്കുന്നതാണ്. ആ ടൈമിൽ പോപ്പമ്മക്കാണെങ്കിൽ സോളാറിന്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, എന്ത് പറ്റി, ഹാപ്പി അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ ഒറിജിനൽ അമ്മ അല്ലാഞ്ഞിട്ട് പോലും എന്നെ ഇത്രയും നാൾ പൊന്നുപോലെ നോക്കി, ഞാനിപ്പോൾ ഇങ്ങനൊരു കണ്ടീഷനിലാണുള്ളത്, ഞാനിത് ഇവർക്ക് ഭയങ്കര ഒരു ബേർഡൻ ആവൂലേ എന്ന് പറയുന്നു. ആ ടൈമിൽ നമ്മുടെ പോപ്പമ്മക്ക് പറയാണ്, അതിനെങ്ങനെ ഇത് ഒരാൾക്ക് മാത്രം ഇതാവുന്നത്, നിന്നെ ഞാനല്ലേ നോക്കുന്നത്, നിനക്ക് ഞാനില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ജിയും പ്രിൻസിപ്പാളും വരുന്നുണ്ടേ. ആൻഡ് ആ ടൈമിൽ ജിയും പ്രിൻസിപ്പാളൊക്കെ പറയുന്നുണ്ട്, പുള്ളിക്കാരത്തി അവിടെ ഭയങ്കര കുക്കിംഗ് ആണ്, ഞങ്ങൾ അവിടെ അധികപ്പറ്റായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി വന്നേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ സോളാർ പറയുന്നുണ്ട്, എനിക്ക് വീടിനകത്ത് കയറി എനിക്ക് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ട്, ഞാനിപ്പോൾ റെഡിയാണെന്ന് എനിക്ക് തന്നെ തോന്നുന്നു, പക്ഷേ ഇതിപ്പോൾ അമ്മേനോട് പറയണ്ട, അമ്മേനോട് പറഞ്ഞാൽ അമ്മയ്ക്കൊരു വിഷമാവും, അതുകൊണ്ട് നിങ്ങൾ നൈസായിട്ട് അമ്മയുടെ ശ്രദ്ധ തിരിക്കുന്ന സമയത്ത് ഞാനും പോപ്പമക്കും കൂടെ കയറി അതിനകത്ത് കയറി കാര്യങ്ങൾ നോക്കാണ്. അങ്ങനെ ഇവർ പ്ലാനൊക്കെ സക്സസ് ആക്കി. ദെൻ ഇവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെന്തോ സാധനം എടുക്കാനാന്ന് പറഞ്ഞുകൊണ്ട് പോപ്പമക്കും സോളാറും പതുക്കെ അകത്തേക്ക് പോവാണ്. ആ ടൈമിൽ നമ്മുടെ പ്രിൻസിപ്പാളും ജിയും കൂടെ ഈ പുള്ളിക്കാരത്തിയുടെ ശ്രദ്ധ തിരിക്കുവാണ്. ആ ടൈമിൽ ഇവർ താക്കോലും എടുത്തിട്ട് പോയി വീട് തുറക്കുവാണ്. അപ്പോൾ ഇവരെ ശ്രദ്ധ തിരിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പാട്ടിട്ട് കൊടുക്കുമ്പോൾ പുള്ളിക്കാരത്തി അതനുസരിച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും, ഇവരും കൂടി ഡാൻസ് കളിക്കുവാണ്. ആൻഡ് ഇവരാണെങ്കിൽ നമ്മുടെ സണ്ണിന്റെ വീടൊക്കെ പോയി തുറന്ന് വീടിനകത്ത് കയറി ആൻഡ് നേരെ സണ്ണിന്റെ റൂമിലോട്ടൊക്കെ കയറി നോക്കുവാണ്. ദെൻ റൂമിലൊക്കെ കയറി നോക്കി ഓരോ കാര്യങ്ങളൊക്കെ, അത് സണ്ണിന്റെ അവന്റെ പേരൻസിന്റെ ഒക്കെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ആ കൂടെ അവർക്കൊരു CD കിട്ടുന്നുണ്ട്. എന്നിട്ട് അവർ ആ CD ഇട്ടിട്ട് അത് പ്ലേ ചെയ്യുവാണ്. പ്ലേ ചെയ്യുമ്പോൾ അതിലൊരു പുള്ളിക്കാരത്തി ഇരുന്ന് ഇങ്ങനെ പാട്ടൊക്കെ പാടുന്നുണ്ട്. പാട്ട് പാടുന്ന സമയത്ത് നമ്മുടെ ഈ സണ്ണിനാണെങ്കിൽ, അതായത് സോളാറിനാണെങ്കിൽ എന്തൊക്കെയോ മെമ്മറീസ് വരുവാണ്. അതായത് ആ ഒരു കുഞ്ഞു സണ്ണുണ്ടല്ലോ, അവനാണെങ്കിൽ അവന്റെ കയ്യിൽ ഒരു പാവേനെ ഇട്ടുണ്ട്, ആ പാവയുടെ പേരാണ് സോളാർ. ആൻഡ് ഈ സാധനത്തെ ഇട്ടിട്ട് ഇവനെ കളിച്ചിട്ട് അമ്മയുടെ അടുത്ത് പോയിട്ട് കണ്ടോ അമ്മ എന്ന് പറഞ്ഞിട്ട് കാണിക്കുമ്പോൾ ഇത് ചെറുതായിട്ട് കയറിപ്പോവാന്ന്. അപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരത്തിക്ക് വല്ലാണ്ട് ദേഷ്യം വന്നിട്ട് പുള്ളിക്കാരത്തി ഇവനെ അടിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡ് വന്ന്, അതായത് നമ്മുടെ സണ്ണിന്റെ അച്ഛൻ വന്ന് അവരെ തടയുവാണ്. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞിട്ട്, ഇവൻ ഉണ്ടായതിനു ശേഷമാണ് എൻ്റെ ഇതെല്ലാം പോയത്, എനിക്ക് എന്ത് വില ഉണ്ടായിരുന്നായിരുന്നു, അതായത് ഞാൻ ഭയങ്കര ആക്ടിങ് ഇൻഡസ്ട്രിയിലൊക്കെ ഞാൻ ഭയങ്കരമായിരുന്നു, ഇതിനുശേഷം എൻ്റെ എല്ലാം നശിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്, നിങ്ങളാ എൻ്റെ ജീവിതം തകർത്തേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരത്തി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുവാണ്. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ സണ്ണിനും പേടിയാവുന്ന, ഇയാളുടെ അച്ഛനാണ് ഇറങ്ങിപ്പോകുന്ന ദേഷ്യം വന്നിട്ട്. ഈ പുള്ളിക്കാരത്തി എന്ന് കരയുന്നു, ഈ കൊച്ചും പേടിച്ചിരുന്ന കാര്യമാണ്. ആൻഡ് ഈ ഒരു ഫ്ലാഷ് ബാക്ക് എൻഡ് ചെയ്തിട്ട് കാണിക്കുമ്പോൾ നമ്മുടെ സോളാറിന് ഇവിടെ എന്തൊക്കെയോ സുഖമില്ലാണ്ടിരിക്കുവാണ്. ആൻഡ് അപ്പുറത്ത് നമ്മളെ കാണിക്കുന്നുണ്ട്, ഇവൻ പ്രീമിയം എടുക്കാത്തതുകൊണ്ട്, അതായത് ശ്രദ്ധ തിരിച്ചു വെച്ചേക്കുവാണല്ലോ, പ്രീമിയം എടുക്കാത്തത് കൊണ്ട് പാട്ട് എന്തോ പരസ്യം വന്ന് ആഡ് വന്ന് സ്റ്റോപ്പായി. അപ്പോൾ പെട്ടെന്ന് തിരിച്ച് വീണ്ടും പാട്ട് വെക്കാൻ നിന്നപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരത്തിക്ക് മനസ്സിലായി ഇവരെന്തോ ഒപ്പിക്കുന്നുണ്ടെന്ന്. ആൻഡ് ഈ പുള്ളിക്കാരത്തി ഓടി വീട്ടിലേക്ക് കയറി വരുവാണേ. ഈ പുള്ളിക്കാരത്തിനെ കാണുമ്പോൾ നമ്മുടെ സോളാർ പറയുന്നുണ്ട്, അമ്മ ഞാനിപ്പോൾ റെഡിയായി, എനിക്ക് സത്യങ്ങളെല്ലാം അറിയണമെന്ന്. അപ്പോൾ ഇപ്പോൾ കറൻ്റിലുള്ള ഈ ഒരു അമ്മയായിട്ടുള്ള ഈ പുള്ളിക്കാരത്തി പറയുവാണ്, നമ്മുടെ ടീച്ചർ പറയുവാണ്, അതായത് നിന്റെ അമ്മ എന്ന് പറയുന്നത് ആ TV യിൽ കാണുന്ന സ്ത്രീയാണ്, അവരെന്ന് പറഞ്ഞാൽ ഒരു TV ഷോ ഹോസ്റ്റ് ആയിരുന്നു. പുള്ളിക്കാരത്തി ഇങ്ങനെ കുട്ടികളുടെ ചാനൽ, കുട്ടികളെ എന്റർടൈൻ ചെയ്യുന്ന പോലത്തെ ഒരു ചാനൽ നടത്തിക്കൊണ്ടിരുന്നതാണ്. പിന്നെ കാർട്ടൂൺസ് വന്നതോടുകൂടി പുള്ളിക്കാരത്തിയുടെ ജോലി പോയി. അപ്പോഴാണ് നീ ഉണ്ടായത്. അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പിന്നൊന്നും കിട്ടാതെ അങ്ങനെ പോയി. അങ്ങനെ പുള്ളിക്കാരത്തി ഭയങ്കര ഒരു ഡിപ്രഷനിലേക്ക് വളർന്നു. പുള്ളിക്കാരത്തിക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഇതുപോലത്തെ ഒരാളായി മാറണമെന്നായിരുന്നു പുള്ളിക്കാരത്തിയുടെ ആഗ്രഹം. പക്ഷെ അത് സാധിക്കാതെ പുള്ളിക്കാരത്തി ഡിപ്രഷനിലേക്ക് വളരുകയാണ് ചെയ്യുന്നത്. ദെൻ ഈ കൊച്ചിനെ കൊണ്ട് പുള്ളിക്കാരത്തി പോയി ആത്മഹത്യക്ക് ശ്രമിക്കുന്നു, ഒരു വണ്ടിയുടെ മുമ്പിലേക്ക് പോയി ചാടുന്നു. പക്ഷേ പുള്ളിക്കാരത്തി സ്പോട്ടിൽ മരിക്കുന്നു, ഈ കുട്ടി രക്ഷപ്പെടുന്നു. പക്ഷെ രക്ഷപ്പെട്ട് എഴുന്നേറ്റ് വരുന്ന ഈ കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഇവന് മെമ്മറി ലോസ് ആയി പോവാണ്. ഇവന്റെ പേര് സോളാർ എന്ന് മാത്രമേ ഈ കുട്ടിക്ക് അറിയത്തുള്ളൂ, വേറൊരു കാര്യം അറിയത്തില്ല. അങ്ങനെയാണ് ഈ ടീച്ചർ ഈ കൊച്ചിനെ സ്വന്തം മോനെ പോലെ വളർത്തുന്നത്. ദെൻ ഫ്ലാഷ് ബാക്ക് എൻഡ് ചെയ്യുവാണ്. ആൻഡ് നമ്മുടെ സോളാർ ചോദിക്കുന്നുണ്ട്, അപ്പൊ എൻ്റെ അച്ഛനെ വന്ന്. അപ്പൊ ഈ പുള്ളിക്കാരത്തി പറഞ്ഞു, നിന്റെ അച്ഛൻ അന്ന് നിങ്ങൾ ഇട്ടിട്ട് പോയതാണ്, അതിനുശേഷം പുള്ളി വന്നിട്ടില്ല എന്ന് പറയുന്നു. ആ ടൈമിൽ നമ്മുടെ സോളാർ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്, അവനെ ഇത്രയും നാൾ നോക്കി വളർത്തിയതിന്. ആൻഡ് ഇവരെല്ലാം ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് എല്ലാം സെറ്റ് ആക്കുന്നുണ്ട്. ദെൻ ഇതിന് ശേഷം എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത് രാത്രിയാണ്. രാത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ സോളാറും പോപ്പമൊക്കെ ഒന്നിച്ച് കിടക്കുവാണ്. ആ ടൈമിൽ ഇവർ പറയുന്നുണ്ട്, നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നടക്കാനുള്ളതെല്ലാം നടക്കും, അത് നമുക്ക് തടഞ്ഞു വെക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പോപ്പമക്ക് സോളാറിനെ സമാധാനിപ്പിക്കുവാണ്. ആൻഡ് സോളാർ കിടന്നുറങ്ങി. പോപ്പമക്കാണെങ്കിൽ രാത്രി പുറത്തേക്ക് എഴുന്നേറ്റ് വരുവാണ്. ആ ടൈമിൽ നമ്മുടെ പ്രിൻസിപ്പാളും ജിയോ ആണെങ്കിൽ നമ്മുടെ സണ്ണിന്റെ അമ്മയുടെ ആ ഒരു പാട്ട് കേട്ടോണ്ടിരിക്കുവാണ്. ഇവരിത് കേട്ടോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പോപ്പമക്കിന് എന്തോ ഒന്ന്
എന്തോ ഒന്നൊരു ഇതുപോലെ വന്നിട്ട് ഒന്നും കൂടെ ആ പാട്ട് വെച്ച് നോക്കുവാണ്. ആൻഡ് ആ ടൈമിൽ നമ്മുടെ പോപ്മക്ക് പറയാണ്, എടേ ഈ പാട്ടാണ് ഞാൻ അന്ന് പാടിയത്. അതായത് അന്ന് CD പൊട്ടിപ്പോയില്ലേ, പണ്ട് നമ്മുടെ പോപ്മക്ക് പാടി സണ്ണിനെ സോളാറാക്കിയ ആ ഒരു പാട്ടായിരുന്നു അത്. അപ്പൊ ഇതായിരുന്നു അവനന്ന് പാടിയത്. ഇവന് പാട്ട് പെട്ടെന്ന് ഓർമ്മ കിട്ടി. അങ്ങനെ ഇവരെന്താക്കി, ഗിറ്റാറൊക്കെ എടുത്തിട്ട് ഇതിന്റെ കോഡ്സ് മറ്റേ നമ്മുടെ ജീനോട് എഴുതാൻ പറഞ്ഞു. ജി കോഡ്സ് എഴുതി. അങ്ങനെ ഇവൻ എന്താണ് ഈ ഗിറ്റാർ കൊട്ടി അവൻ ആ പാട്ട് സെറ്റ് ആക്കുവാണ്. പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെയാണ്. പിറ്റേ ദിവസം രാവിലെ എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരത്തെ ടീച്ചർ, അതായത് നമ്മുടെ സോളാറിന്റെ ഇപ്പോഴത്തെ അമ്മയും നമ്മുടെ സണ്ണും, ഉറങ്ങി എഴുന്നേറ്റ സണ്ണാവുമല്ലോ, അങ്ങനെ സണ്ണും ബലൂൺ ഇങ്ങനെ ഭിത്തിയിലെറിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുക. ആ ടൈമിൽ സണ്ണി ചോദിക്കുന്നുണ്ട്, എന്നെ അങ്കിൾ ഇട്ടിട്ട് പോയോ പിന്നെ ചോദിക്കുമ്പോൾ, ഇല്ലില്ല അങ്കിള് നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവർ അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ആ ടൈമിൽ പെട്ടെന്ന് നമ്മുടെ പ്രിൻസിപ്പാൾ ആണെങ്കിൽ ആ ഒരു കീറിപ്പോയ പാവയുണ്ടല്ലോ സോളാർ എന്ന് പറഞ്ഞിട്ട്, ആ പാവേനെ ഈ കൊച്ചിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് തയ്ച്ചിട്ട്. ആൻഡ് കൊച്ചിനാണ് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. ആൻഡ് അതിന്റെ കൂടെ കൊച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ സണ്ണാണ്. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് നമ്മുടെ പോപ്മക്കാണെങ്കിൽ ഗിറ്റാറിൽ ഈ പാട്ട് വായിക്കുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ സണ്ണ് ഉറങ്ങിപ്പോകുന്നു. ഉറങ്ങിയ സണ്ണ് പെട്ടെന്ന് തന്നെ എഴുന്നേൽക്കുന്നുണ്ട്. എഴുന്നേൽക്കുന്നത് നമ്മുടെ സോളാറായിട്ട്. അങ്ങനെ ഇവർക്ക് അതിനുള്ള ആ ഒരു പ്രതിവിധി കിട്ടി. ഈ ഒരു പാട്ട് പാടിയാൽ സണ്ണ് ഉറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ സോളാറായിട്ട് എഴുന്നേൽക്കുന്നു മനസ്സിലായി. അങ്ങനെ ഇവർക്ക് എല്ലാവർക്കും സന്തോഷമായി, ഇവർ ഭയങ്കര ഹാപ്പി. ഇതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ സോളാർ അവന്റെ വീട്ടിലെ സാധനങ്ങളെല്ലാം ഡൊണേറ്റ് ചെയ്യുന്നതാണ്. അതായത് ഇനി അങ്ങനത്തെ ഓർമ്മയൊന്നും വേണ്ട, എല്ലാം കൊടുത്തേക്കാം എന്നുള്ള രീതിയിൽ ഡൊണേറ്റ് ചെയ്യുവാണ്. ആൻഡ് ഇവരെന്താക്കുന്നു, ഒന്നിച്ച് ഇവന്റെ അമ്മ, ഇപ്പോഴത്തെ അമ്മ എന്ന് പറയുന്ന പുള്ളിക്കാരത്തി ഒരു എന്തോ ഒരു സൂംബ പോലത്തെ ഒരു ഡാൻസ് അങ്ങനത്തെ എന്തോ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഇവരെല്ലാം അവിടെ നിന്ന് ഒന്നിച്ചൊക്കെ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് എല്ലാം ഹാപ്പിയായി എന്ന രീതിയിൽ കാണിക്കുവാണ്. ഇതെല്ലാം രാത്രിയാണ് കാണിക്കുന്നത്. അതായത് ഇവര് എല്ലാം കണ്ടുപിടിച്ചല്ലോ, സണ്ണ് സോളാർ ആവുന്നതും എല്ലാം മാറ്റാനുള്ള വഴികളെല്ലാം കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ കുറെ നാളായിട്ട് നടക്കാത്ത ചില കലാപരിപാടികളൊക്കെ അവർ അവരുടേതായ നിമിഷത്തിലേക്ക് കടക്കുവാണ്. ഇതും കാണിച്ചുകൊണ്ട് എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യുവാണ്. അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, കമന്റ് ചെയ്യാനും മറക്കണ്ട, ലൈക്ക് ഇടാനും മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ഇപ്പോഴത്തേക്ക് ബൈ.